إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. യഖൂലു അല്ലാഹു അസ്സ വജൽ വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യണം. അൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ വൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ സഹോദരനാണ്. പരസ്പരം സ്നേഹിച്ചും പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും ഒരുമിച്ച് നിൽക്കണേ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനവധി ഹദീസുകളിലൂടെ അത് നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال مثل المؤمنين في توادهم وتراحمهم كمثل الجسد الواحد إذا اشتكى منه عضو تداعى له سائر الجسد بالحمى والسهر. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയോടുള്ള ബന്ധം ഏറെ സുദൃഢമാണ്. സത്യവിശ്വാസികൾ പരസ്പരം ഒരൊറ്റ ശരീരം പോലെയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും അസുഖം ബാധിക്കുന്ന പക്ഷം അവന് ഉറക്കം നഷ്ടപ്പെടുകയും ശരീരമാസകലം അവന് വേദന കൊണ്ടും ഉറക്കം നഷ്ടപ്പെട്ടും പനി ബാധിച്ചുമൊക്കെ അതിനോട് പ്രതികരിക്കുന്നത് പോലെ ഒരു സത്യവിശ്വാസിയുടെ സന്തോഷം മറ്റൊരു സത്യവിശ്വാസിയുടെ സന്തോഷമാണ്. ഒരു സത്യവിശ്വാസിയുടെ വേദന മറ്റൊരു സത്യവിശ്വാസിയുടെ വേദനയുമാണ്.
അപ്രകാരം ഒരൊറ്റ ശരീരം പോലെയാണ് സത്യവിശ്വാസികളെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ സത്യവിശ്വാസികളാകുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗപ്രവേശനമില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, പരസ്പരം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യാതെ നിങ്ങളോട്ട് വിശ്വാസികളാകുകയുമില്ല. അവല അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് പറഞ്ഞു തരികയാണ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ, അത് നിങ്ങൾക്കിടയിൽ നിങ്ങൾ വ്യാപകമാക്കിയാൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ പരസ്പരം സലാം പറയുന്നത് വർദ്ധിപ്പിക്കണം. ആത്മാർത്ഥമായി ഒരാളോട് പരസ്പരം അന്യോന്യം അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി സഹിഷ്ണുതയോടുകൂടി ആത്മാർത്ഥമായി പറയുന്ന സലാമായിരിക്കണം. അപ്രകാരം നിങ്ങൾ സലാം പറയുന്ന പക്ഷം നിങ്ങൾക്കിടയിൽ സ്നേഹവും അനുകമ്പയും ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ സത്യവിശ്വാസികൾ പരസ്പരം തന്നെയും അങ്ങേയറ്റത്തെ സാഹോദര്യ ബന്ധത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും അനുകമ്പയോടുകൂടിയും കഴിയേണ്ടവരാണ് എന്ന് പഠിക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമാണ് ഒരു മനുഷ്യൻ തന്റെ കുടുംബ ബന്ധം നിലനിർത്തുകയെന്നുള്ളത്. സിലത്തുൽ അർഹാം, ഒരു മനുഷ്യൻ തന്റെ കുടുംബ ബന്ധത്തെ ഏറ്റവും നല്ല രൂപത്തിൽ നിലനിർത്തുകയെന്നുള്ളത്. ആരാണോ കുടുംബ ബന്ധം നിലനിർത്തുന്നത് അവനുമായി റബ്ബ് സുബ്ഹാനഹു വ തആലയും ബന്ധം നിലനിർത്തും. എന്നാൽ ആരാണോ വമൻ ഖതഅകി ഖതഅതു, ആരാണോ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നത് അവനുമായി അള്ളാഹു ബന്ധം വിച്ഛേദിക്കുമെന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനവധി വേളകളിൽ കുടുംബ ബന്ധത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്നാൽ ദാനധർമ്മം നിർവഹിക്കുമ്പോൾ പോലും ഒരു മനുഷ്യൻ പൊതുവായി നിർവഹിക്കുന്ന ദാനധർമ്മത്തെക്കാൾ അഫ്ളലാണ് തന്റെ ബന്ധുവായ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനെ ഒരാൾ സഹായിക്കുകയാണെങ്കിൽ അസ്സദഖതു അലാ ദവിർ റഹിമി സദഖത്തുൻ വസില, തന്റെ കുടുംബ ബന്ധുവായ ഒരാൾക്കൊരാൾ ദാനധർമ്മം ചെയ്യുകയാണ് എങ്കിൽ അതിന് കുടുംബ ബന്ധത്തിന്റെ പ്രതിഫലവും ദാനത്തിന്റെ പ്രതിഫലവും ലഭിക്കുമെന്നാണ്. മാത്രമല്ല, കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളത് അങ്ങേയറ്റം കഠിനമായ പാപങ്ങളിൽപ്പെട്ടതാണ്. കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനോട് അങ്ങോട്ടും ചേർക്കുകയെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫി, ലൈസൽ വാസിലു ബിൽ മുകാഫി, വാസിൽ അഥവാ കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇങ്ങോട്ട് ബന്ധം ചേർത്തവനോട് തിരിച്ചങ്ങോട്ടും ബന്ധം ചേർക്കുക എന്നുള്ളതല്ല. വലാകിന്നൽ വാസിലു അല്ലദീ ഇദാ ഖുതിഅത് റഹിമഹു വസലഹ, എന്നാൽ കുടുംബ ബന്ധം ചേർക്കുന്നവൻ വാസിൽ എന്ന് പറയുന്നത് തന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്ന ആളുകളോട് അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്നോട് ഇങ്ങോട്ട് നല്ല ബന്ധം വെച്ച് പുലർത്തുകയും ഇങ്ങോട്ട് പരോപകാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളോട് അവരോട് മാത്രം അങ്ങോട്ട് നല്ല സമീപനം വെച്ച് പുലർത്തുക എന്നുള്ളതല്ല കുടുംബ ബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഇങ്ങോട്ട് നല്ല രൂപത്തിൽ നിൽക്കുന്നവരോട് സ്വാഭാവികമായി ഒരു മനുഷ്യൻ അങ്ങോട്ടും നല്ല നിലക്ക് നിൽക്കും. എന്നാൽ കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ പ്രതിഫലം നൽകുന്ന ആളാരാണ്? വലാകിന്നൽ വാസിലു അല്ലദീ ഇദാ ഖുതിഅത് റഹിമുഹു വസലഹ, അവനാണ് തന്റെ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നിടത്ത് മറ്റൊരാൾ ഇങ്ങോട്ട് ബന്ധം മുറിക്കുമ്പോൾ അങ്ങോട്ട് ചെന്ന് ബന്ധം സ്ഥാപിക്കുന്നവനാണവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. തീർന്നില്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ് അയ്യു സദഖതി അഫ്ളൽ, ശ്രേഷ്ഠമായ ധാരാളം സദഖകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലെ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സദഖയെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സദഖതു അലർ റഹിമിൽ കാശിഹ്, അസ്സദഖതു അലർ റഹിമിൽ കാശിഹ്, തെറ്റി നിൽക്കുന്ന അങ്ങേയറ്റം എപ്പോഴും എത്ര നല്ലത് ചെയ്താലും തിരിച്ചിങ്ങോട്ട്
വളരെ പരുഷമായ സമീപനത്തോടു കൂടി നിൽക്കുന്ന ബന്ധങ്ങളെ ഇണക്കി നിർത്തുന്ന സ്വതക്കയുണ്ടല്ലോ, ആ ദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദാനമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് പരുഷമായ സമീപനം വെച്ച് പുലർത്തുന്നവനോട് അങ്ങോട്ട് തിരിച്ച് അതേ സമീപനം വെച്ച് പുലർത്തുക എന്നല്ല, മറിച്ച് അവന് നീ ദാനം നൽകുന്നുവെങ്കിൽ ആ ദാനം വളരെ പ്രതിഫലം ലഭിക്കുന്ന ദാനമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ലാ യഹില്ലു ലിംറിഇൻ മുസ്ലിമിൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പാടില്ലാത്തതാണ് അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസ്, 3 ദിവസങ്ങളെക്കാൾ കൂടുതൽ ഒരാളോട് തെറ്റി നിൽക്കുക, ഒരാളോട് സലാം പറയാതെ നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് നിഷിദ്ധമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആദ്യമായി സലാം പറയുന്നവനാണ്, ആദ്യമായി മിണ്ടുന്നവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ജീവിതം വളരെ നൈമിഷികമാണ്. പരസ്പരം സ്നേഹബന്ധം പുലർത്തിയും ഉഖുവത്ത് സ്ഥാപിച്ചും കുടുംബ ബന്ധങ്ങളെ ഇണക്കി ചേർത്തും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്ന സത്യവിശ്വാസികളായി ജീവിക്കുക റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിലേക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മടങ്ങുകയും ഇബാദത്തുകൾ ശരിപ്പെടുത്തുകയും റമദാൻ മാസത്തിലെ നോമ്പൊക്കെ നോറ്റുവീട്ടാനുള്ള ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നത് നോറ്റുവീട്ടുകയും ചെയ്യുക. ഫദൈനുല്ലാഹി അഹഖു ബിൽ വഫാ, വീട്ടപ്പെടാൻ ഏറ്റവും അർഹപ്പെട്ടത് അള്ളാഹുവിൻ്റെ കടങ്ങളാണ് എന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലുമൊക്കെ സിയാമുണ്ടെങ്കിൽ, നോമ്പുണ്ടെങ്കിൽ, പരിശുദ്ധ റമദാൻ മാസം വരുന്നതിന് മുൻപായി ആ നോമ്പൊക്കെ നോറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുക. റബ്ബ് നമ്മെ ഏവരെയും യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.